ഐമനം പഞ്ചായത്തിലേക്കാണ് റിപ്പോർട്ടർ ലൈവത്തോൺ കടന്നു ചെല്ലുന്നത്. ഐമനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സുനിഷ എല്ലു രാവിലെ 10 മണിക്ക് തന്നെ വന്നെത്തി നിൽക്കുന്നുണ്ട്. സുനിഷ അവിടെ എത്തിയതിന് മുൻപും ശേഷവും എത്ര പേർ വന്നു? അവിടെ എത്ര പേരാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്? സുജയ, ഒരുപക്ഷെ ഐമനത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഒരു പോസിറ്റീവ് വാർത്തയാണ്. കാരണം ഐമനം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. പകരം തന്നെ 15ഓളം സ്റ്റാഫുകളാണ് ഇവിടെയുള്ളത്. ആ 15 പേരും 10 മണിക്ക് അകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. നമ്മളിവിടെ 9:30 ആകുമ്പോഴേക്കും എത്തിയിരുന്നു. 9:40 തന്നെ സെക്രട്ടറി എത്തിയിരുന്നു. സെക്രട്ടറി നിലവിൽ കഴിഞ്ഞ മാസം റിട്ടയർഡായി. പകരം അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ചുമതല. അസിസ്റ്റന്റ് സെക്രട്ടറി 9:40 തന്നെ എത്തിയിരുന്നു. മറ്റ് ജീവനക്കാരൊക്കെ തന്നെയും എത്തിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് കൃത്യമായി ഐമനം പഞ്ചായത്തിലേക്ക് എത്തുന്നവർക്ക് ജീവനക്കാരുടെ ഹാജർ ബോർഡ് ഇവിടെ തന്നെ കാണാൻ കഴിയുമെന്നതാണ്. ഓരോരുത്തരും ആരൊക്കെയാണ് ഹാജരായിട്ടുള്ളത്, ഇല്ലാത്തവരെ അങ്ങനെയൊക്കെ തന്നെ, ഇവർ ലീവാണ്, അവർക്ക് കൃത്യമായി ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വരുന്ന ബോർഡിൽ തന്നെ കാണാൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഐമനം പഞ്ചായത്തിൽ വന്നപ്പോൾ തന്നെ കൃത്യമായി, ഒരുപക്ഷെ നേരത്തെ റോഷിപാൽ അടക്കം പറഞ്ഞതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇവർ പറഞ്ഞത് ഈ ഓഫീസിൽ ഏകദേശം 15ഓളം സ്റ്റാഫുകൾ അവരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു 10 മണിക്കകം തന്നെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഏറെക്കുറെ പേരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ 10 മണിയാണ് പഞ്ചിങ് ടൈം. 10 മണി മുതൽ 5 മണി വരെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി. സർ, ഇവിടെ പഞ്ചായത്തിൽ എല്ലാ സ്റ്റാഫുകളും കൃത്യസമയത്ത് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഇവിടെ വന്നപ്പോൾ ഒരു നല്ല കാഴ്ച. അഭിനന്ദനങ്ങൾ. കോട്ടയം ജില്ലയിലാണ് ഐമനം പഞ്ചായത്തിന്റെ അവിടെ അകത്തിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെയും ഒരു ബിഗ് സല്യൂട്ട്. കൃത്യസമയത്തെത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദാഹരണം.